ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു യുവ MLA ആണ്. ഇപ്പോൾ ആള് ട്രെൻഡിങ് ആണ്, താരമാണ്. ശ്രീ മാവേലിക്കര MLA MS അരുൺകുമാർ. വെൽക്കം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഗൗരവമുള്ള ഒരു MLA ആണോ അതോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു MLA ആണോ? നിയമസഭയിൽ ചെന്ന സമയത്ത് ആദ്യമായിട്ട് പ്രസംഗിച്ച സമയത്ത് ഒരു അഭിമാനമാണോ തോന്നിയത്, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേടി, അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? 140 പേർക്ക് മാത്രമേ നിയമസഭയിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ആ 140-ൽ ഒരാളാകുക എന്നുള്ളത് അഭിമാനം തന്നെയാണ്. ഈ ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്കത് ചെയ്യാൻ പറ്റി, എനിക്കത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്കതിലൊരു അഭിമാനമുണ്ട് എന്ന് തോന്നിയ ഒരു വികസനം ഏതാണെന്ന് പറയാം? ഒരു പഞ്ചായത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റോഡ് ചെയ്താലും ആ പ്രദേശത്തുള്ളവർക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഏതാണ്ട് 21 നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ ആദ്യം ഒരു 10 നഴ്സിംഗ് കോളേജുകളോളം വരുന്നു, 11 നഴ്സിംഗ് കോളേജുകളോളം വരുന്നു. അതിൽ 140-ൽ 11 140 മണ്ഡലങ്ങളാണ്. അത് 11 11 അനുവദിക്കാൻ കഴിയും. അതിലൊന്ന് മാവേലിക്കരയാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനമാണ്. പിന്നെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട റോഡ്, പാലങ്ങൾ, അതുകൊണ്ട് 100 കോടിക്ക് അധികമാണ് പാലങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ മണ്ഡലങ്ങളും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തെ മാത്രം മാറ്റി നിർത്തുന്നില്ല എന്നുള്ള. BJPയുടെ ഭാഗമായി നിൽക്കുന്ന, അനുഭാവികളായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ, ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾക്കകത്ത് ശരിയുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെങ്കിലും വെച്ച് വന്ന് കണ്ടൊരു കാര്യം പറഞ്ഞ് ആ കാര്യം ശരിയാണെന്ന് തോന്നിയാൽ അത് ചെയ്തു കൊടുക്കാൻ പൂർണ്ണമായി നിന്നിട്ടുണ്ട്. ഹായ്, ഓപ്പൺ സംവാദിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു യുവ MLA ആണ്. ഇപ്പോൾ ആള് ട്രെൻഡിങ് ആണ്, താരമാണ്. ശ്രീ മാവേലിക്കര MLA MS അരുൺകുമാർ. വെൽക്കം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യുവ MLA എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള ചാനലുകളുടെ സർവേയിൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഗൗരവമുള്ള ഒരു MLA ആണോ അതോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു MLA ആണോ? അത് വല്ലാത്തൊരു ചോദ്യമായി പോയി. അത് എല്ലാവർക്കും നമ്മളെ സമീപിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇടപെടുന്നത്. അതിപ്പോൾ കുഞ്ഞുങ്ങളായാലും ഏറ്റവും മുതിർന്നവരായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാവരും നമ്മളിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ SFI ആയി, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗം DYFI, പാർട്ടി പ്രവർത്തനം, CPMൻ്റെ പ്രവർത്തനം, ഈ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന സമയത്ത് എല്ലാവരുമായിട്ടും ഇത്തരം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെ, അത്തരം ഒരു പരിചയം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയത്തില്ല കളരി എന്നൊക്കെ പറഞ്ഞാൽ, ഈ കളരിയിൽ എല്ലാവരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണ് നമ്മൾ നന്നായി ബന്ധപ്പെടുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നാണ്. എല്ലാവരെയും നമ്മളിലേക്ക് എത്തണം, നമ്മൾ അപ്രാപ്യമാകരുത് എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ അറിയുന്ന ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും അതിലൊരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചത്, നമ്മളിങ്ങനെ ഫസ്റ്റ് കണ്ടിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് രാഷ്ട്രീയക്കാരന് വേണ്ട ഒരു മെച്യൂരിറ്റി ആണല്ലേ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞാലും വല്ലതായി പോലും. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്. മുൻപ് എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. MLA ആയതുകൊണ്ട് അങ്ങനൊന്നും മാറ്റമൊന്നുമില്ല. കന്നി അംഗത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചു. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതൊരു പാർട്ടിയുടെ ഒരു വലിയ സപ്പോർട്ടും ജനങ്ങളുടെ ഒരു സപ്പോർട്ടും ഒക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞായിരുന്നു SFI DYFI പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. അപ്പം മൈക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. മൈക്ക്, പ്രസംഗം, ഇതെല്ലാം ഒരു രാഷ്ട്രീയക്കാരന് പറ്റിയൊരു കാര്യമാണ്.
ഞാൻ ചോദിക്കുന്നത്, നിയമസഭയിൽ ചെന്ന സമയത്ത് ആദ്യമായിട്ട് പ്രസംഗിച്ച സമയത്ത് ഒരു അഭിമാനമാണോ തോന്നിയത്, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേടി, അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആദ്യ ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഒന്ന് ആദ്യം പറഞ്ഞത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായിട്ടും എന്നെപ്പോലൊരാൾക്ക് ഒരവസരം ഉണ്ടാകുന്നതിനകത്ത് പാർട്ടിക്ക് വലിയ റോളുണ്ട്. കാരണം ചിലപ്പോൾ ഇങ്ങനെ ആയിത്തീരേണ്ട ഒരാളല്ല. അപ്പോൾ അവിടുന്ന് നമ്മളെ കണ്ടെത്തി ഇവിടെ അവതരിപ്പിക്കുകയും എല്ലാ സപ്പോർട്ടും ചെയ്തു തരികയും ജനങ്ങളാകെ സ്നേഹിക്കുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചത് പാർട്ടി തന്നെയാണ്. നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ടൈമിൽ 140 പേർക്ക് മാത്രമേ നിയമസഭയിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ആ 140-ൽ ഒരാളാകുക എന്നുള്ളത് അഭിമാനം തന്നെയാണ്. ചില്ലറ കാര്യമല്ല. അതെ അതെ, അത് അഭിമാനകരമാണ്. മാവേലിക്കരയിലെ ജനങ്ങൾ ഒരു വല്ലാത്ത സ്നേഹം, വലിയ സ്നേഹം, പിന്തുണ എല്ലാം നമ്മൾ നൽകി. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞത്. തീർച്ചയായും അഭിമാനമാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് അത് അഭിമാനകരമാണ്. പിന്നെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനായാലും ആ സമയത്ത് നമുക്കൊരു ഭയം എന്നല്ല, ഒരു പ്രത്യേകത. കാരണം ഒരുപാട് മഹാരഥന്മാരിരുന്ന ഒരു സംവിധാനമാണ് നിയമസഭ എന്നുള്ളത്. അവിടേക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മനസ്സിൽ വല്ലാതെ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നത് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കും ഉണ്ടായിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മളും ഇങ്ങനെയാണല്ലോ, ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സങ്കോചം ഉണ്ടാകും. പിന്നീടാണല്ലോ അതെല്ലാം മാറി 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 വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എവിടെ പോയാലും അങ്ങനെ ആയിരിക്കും. നമ്മൾ ആദ്യം ഒന്ന് സ്റ്റണ്ട് ചെയ്യും. പക്ഷെ അവിടെ പൂർണ്ണ പിന്തുണയാണ് നമ്മുടെ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡുള്ള നേതാക്കന്മാരെല്ലാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെല്ലാം നല്ല സപ്പോർട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. നമ്മുടെ എങ്ങനെ ബന്ധപ്പെടണമെന്നുള്ളതും എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും പ്രത്യേകമായി നമ്മളെ പറഞ്ഞു തരികയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ആദ്യം ഒരു അഭിമാനം പ്ലസ് ഒരു പറയാൻ പറ്റുന്നില്ല ഒരു ഫീൽ എന്താണെന്നുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ മാവേലിക്കരയിലെ ജനങ്ങൾ വലിയൊരു പിന്തുണയോടുകൂടി തന്നെയാണ് അരുൺകുമാർ നിയമസഭയിൽ എത്തിയത് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മാവേലിക്കരയിൽ 5 വർഷമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയാസിലൂടെയും മെയിൻ സ്ട്രീം മീഡിയാസിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്. ഈ ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്കത് ചെയ്യാൻ പറ്റി, എനിക്കത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്കതിലൊരു അഭിമാനമുണ്ട് എന്ന് തോന്നിയ ഒരു വികസനം ഏതാണെന്നൊന്ന് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഒന്ന് മാത്രമായി പറയുക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിന് തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ഫണ്ടുകളുടെ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഈ ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളത്. ചില പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, ചിലത് ഫണ്ട് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അഭിമാനമാണ്. കാരണം ഇന്നതെന്നില്ല. ഇപ്പം നമ്മളിപ്പം ഒരു പഞ്ചായത്ത് ചെയ്യുന്നത് അല്ലെ ഒരു റോഡ് ചെയ്താലും ആ പ്രദേശത്തുള്ളവർക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു നേഴ്സിംഗ് കോളേജ് നമ്മുടെ സ്റ്റേറ്റിൽ ഏതാണ്ട് 21 നേഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ ആദ്യം ഒരു 10 നേഴ്സിംഗ് കോളേജുകളോളം വരുന്നു, 11 നേഴ്സിംഗ് കോളേജുകളോളം വരുന്നുണ്ട്. അതിൽ 140-ൽ 11 140 മണ്ഡലങ്ങളാണ്. അതിനകത്ത് 11 11 അനുവദിക്കാൻ കഴിയും. അതിലൊന്ന് മാവേലിക്കരയാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നേഴ്സിംഗ് മേഖലയിൽ തന്നെ അറിയാം. തമിഴ്നാടോ ആന്ധ്രയോ കർണാടകയോ ഒക്കെ പോയി പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷെ അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ല നമ്മുടെ സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഇവിടെ തന്നെ പഠിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഉണ്ടായി. ഇപ്പം 180 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം പുറത്തു പോയി പഠിക്കേണ്ടതാണ്. ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സിമറ്റ് നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ പിന്നോക്ക പരിവർത്തന ക്രൈസ്തവ കോർപ്പറേഷൻ്റെ ഓഫീസ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഓഫീസ്, ഇതെല്ലാം പുതുതായി മണ്ഡലത്തിലേക്ക് വന്ന കാര്യങ്ങളാണ്. പിന്നെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട റോഡ്, പാലങ്ങൾ, അതുകൊണ്ട് 100 കോടിക്ക് അധികമാണ് പാലങ്ങൾക്ക് വേണ്ടി മാത്രം
നമുക്ക് ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. PWD റോഡുകളെല്ലാം BMBC നിലവാരത്തിലാണ്. നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകൾ ഉൾപ്പെടെ നമ്മുടെ മണ്ഡലത്തിലാണ്. ഏതാണ്ട് 229 വർഷം പഴക്കമുള്ള സ്കൂളുണ്ട് ആണോ മാവേലിക്കരയിൽ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 100-ലധികം സർക്കാർ പൊതുവിദ്യാലയങ്ങൾ തന്നെ നമുക്കുണ്ട്. അപ്പോൾ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും ഫണ്ട് അനുവദിക്കാനും ചിലത് പൂർത്തീകരിക്കാനും ഇത് പകുതി പണിയിലേക്ക് എത്തുന്ന ആ നിലയിൽ എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പശ്ചാത്തല സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ കാർഷിക മേഖല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം കൃത്യമായ ഇടപെടൽ നമുക്ക് നടത്താൻ പറ്റിയിട്ടുള്ളൂ. 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്യാനുള്ള ശ്രമം നടത്തി വിജയകരമായി അതിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ല, അത് ഈ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഭയങ്കര ലോക്കലി ഉള്ള കാര്യങ്ങൾ അറിയാവുന്ന, പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം നമ്മളിതെല്ലാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ നിലയിൽ ഇടപെടണം, കാര്യങ്ങൾ കേൾക്കണം. അപ്പോൾ അത് കാര്യങ്ങൾ കേൾക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ടി പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും കേൾക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയമില്ല. നമ്മളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനത് ചില ആളുകളുണ്ടല്ലോ, നമ്മുടെ എല്ലാ കുടുംബത്തിലും എല്ലാ വീട്ടിലും ഒക്കെ ചിലപ്പോൾ ചില ആളുകൾ കാണത്തില്ല, ഇത്തിരി പ്രയാസമാണ്. അതിപ്പോൾ നമ്മുടെ സമൂഹമാണ്. സമൂഹത്തിനകത്ത് വ്യത്യസ്തമായ ചിന്തയുള്ള ആളുകളുണ്ടാവും, നമ്മളെ കുഴപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും നെഗറ്റീവ് മാത്രം പറയുന്ന അങ്ങനെയുള്ള, അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ കാണുന്നത്. പക്ഷേ ഇപ്പം BJPയുടെ ഭാഗമായി നിൽക്കുന്ന അനുഭാവികളായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ, ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾക്കകത്ത് ശരിയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെങ്കിലും വെച്ചോ വന്ന് കണ്ടൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ശരിയാണെന്ന് തോന്നിയാൽ അത് ചെയ്തു കൊടുക്കാൻ പൂർണ്ണമായി നിന്നിട്ടുണ്ട്. കാരണം അങ്ങനൊരു കാഴ്ച നമുക്കുണ്ടായത് നമ്മുടെ പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ CPMലാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPM നേതൃത്വം കൊടുക്കുന്നൊരു മുന്നണി സംവിധാനമാണ്, നല്ല ഒരു ഗവൺമെൻറ് സംവിധാനമുണ്ട്. അതിനകത്ത് CPI ഉണ്ട്, മറ്റ് ഇടതുപക്ഷ കക്ഷികളൊക്കെ ഉണ്ട്. ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭരണകക്ഷിയുടെ MLA ഉണ്ടാകുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമല്ല വികസനം നടക്കുന്നത്. ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്നൊന്നും നോക്കിയല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ മണ്ഡലങ്ങളും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തെ മാത്രം മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ്. അതാണ് കാണാൻ. നമ്മളും അതേ നിലയിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും എങ്ങനെയാണോ മുന്നോട്ട് വെക്കുന്നത് അതേ കാഴ്ചപ്പാടിൽ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം മാവേലിക്കരയും നന്നായി നടത്തിയിട്ടുണ്ട്. ഈ മാവേലിക്കര എന്ന് പറയുമ്പോൾ പണ്ടൊരു കാലഘട്ടത്തിൽ, ഇപ്പോൾ എനിക്കൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സിംഹങ്ങളുടെ ഒരു തട്ടകമായിരുന്നു. കുറേ ആളുകൾ ഇങ്ങനെ MLA ആയി, നിരന്തരം MLA ആയി, അങ്ങനെ ഒരു തട്ടകമായിരുന്നു. ആ ഒരു സ്ഥലത്തേക്കാണ് ഒരു യുവ MLA അല്ലെങ്കിൽ യുവ MLA സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അരുൺകുമാർ ഇറങ്ങി വന്നത്. ശരിക്കും അതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു അത്? അല്ല, ഒന്ന് നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല ഇതുണ്ടല്ലോ ഇവിടെ. ഇടതുപക്ഷത്തിന് നല്ലൊരു മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ് മാവേലിക്കര. മാവേലിക്കര അസംബ്ലി മണ്ഡലം സാധാരണക്കാരായ ആളുകളാണ് അവരുടെ അന്നത്തെ ജീവിതം, ഉപജീവന മാർഗം എല്ലാം കണ്ടെത്തുന്ന ആ നിലയിലുള്ള ഒരു സാധാരണക്കാരായ മണ്ഡലം. വലിയ പ്രോജക്റ്റുകളൊന്നും അങ്ങനെ വരാത്ത നിലയിലേക്കൊരു സാഹചര്യമുള്ള ഇടങ്ങളാണ്. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി, അതിൻ്റെ എല്ലാം തുടക്കം കുറിച്ചു. കാരണം ഒരു 5 വർഷം കൊണ്ട് നമുക്കെല്ലാം പൂർത്തീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ നിൽക്കുന്നത് എല്ലാം പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു തുടർച്ച ഉണ്ടാകണം. ആ തുടർച്ചയിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം വ്യവസായ സൗഹൃദങ്ങളിൽ നമ്മൾ ഏറ്റവും പുറകിലായിരുന്നു, ഇപ്പോൾ ഏറ്റവും മുന്നിലാണ്. അതൊരു തുടർച്ച ഉണ്ടായത് കൊണ്ടാണ് മുന്നിൽ. ദേശീയപാത വികസനമായാലും, വിഴിഞ്ഞം പദ്ധതി ആയാലും, അതല്ലെങ്കിൽ ഇപ്പോൾ തുരങ്കപാതയായാലും, അപ്പോൾ ഒരുപാട് വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. മാവേലിക്കര ഇതുപോലെ വെല്ലുവിളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം കടന്നു വരുമ്പോൾ നമുക്കിതെല്ലാം നമ്മളിതൊക്കെ പഠിക്കുകയല്ലേ. പിന്നെ ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് നമുക്കത് എല്ലാം ഇങ്ങനെ മറികടക്കാൻ കഴിയുന്നൊരു സാഹചര്യം. കാരണം എപ്പോഴും ഇതെല്ലാം കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്.
അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഗവൺമെൻറ് സംവിധാനങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ നിലയിൽ അതിനെയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം, കുറേ കൂടി നന്നായി പഠിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പഠിക്കാൻ തയ്യാറായിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഏത് സമയം ഏത് വിഷയം വന്നാലും അതിനെ നന്നായി പഠിച്ചാൽ നമുക്കതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നന്നായി പഠിക്കുക എന്നുള്ള ഏത് വിഷയം ഏത് സമയം. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു മണ്ഡലം അതിൻ്റെ ഓരോ പൾസും, അതായത് സാധാരണക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പൾസ് എന്തായാലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും. അത് തന്നെയല്ല, ഇപ്പോൾ എല്ലായിടത്തും പാർട്ടി സംവിധാനങ്ങളിലൂടെ ആ സംവിധാനത്തിൻ്റെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇന്നടത്ത് ബന്ധപ്പെടണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായ നിർദ്ദേശം പാർട്ടി തന്നെ. ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയത്തിന് അതീതമായ പാർട്ടി അങ്ങനെയാണ് കാണുന്നത്. അതെ അതെ, അത് എല്ലാ പ്രദേശത്തും അങ്ങനെ എത്താനുള്ള സംവിധാനങ്ങൾ പാർട്ടി ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മുടെ പൊതുവെ ഈ ഒരു മണ്ഡലത്തിൽ നമുക്ക് ഈ പ്രതിപക്ഷ, ഇപ്പം BJP, കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു എങ്ങനെയാണ് ഒരു നിലപാട്, ഒരു സമീപനം? ടോട്ടലി എഗെയിൻസ്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ MLA ചെയ്യുന്ന വികസനങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ടോ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ രാഷ്ട്രീയം അവർ പുറത്ത് നടക്കുന്നത്. പക്ഷേ എനിക്ക് രസകരമായി തോന്നിയത്, പേരൊന്നും പറയില്ല, പേര് പറയുന്നത് ശരിയല്ലല്ലോ, വ്യക്തിപരമായി നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ ഇത്ര കോടിയുടെ വികസനം ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട്, വാർഡ് മെമ്പർ ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഒരു വാർഡ് മെമ്പർക്ക് ഇത്ര കോടിയുടെ വികസനം ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലില്ല. കാരണം ഒരു പഞ്ചായത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു വർഷം വരുന്നത് ഇത്ര കോടി മാത്രമാണ്. അത് 10-21 വാർഡിൽ തന്നെ വീതം വെക്കുമ്പം എത്രയാവും? അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം? ഗവൺമെൻറ്റിന് നല്ല പിന്തുണ വേണം, MLAയുടെ നല്ല പിന്തുണ വേണം. കാരണം അല്ലെന്നെങ്കിൽ അത്രത്തോളം ഫണ്ട് വരില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ല, അദ്ദേഹമൊക്കെ പിന്നെ സമരം ചെയ്യാൻ വരുമ്പോൾ പിന്നെ അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഉയർത്തിക്കൊണ്ടുവരണതല്ലേ. എല്ലാവരും അങ്ങനെയല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധികൾ കാണാറുണ്ട്. അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായമാണ്, ആ ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതുവരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് പിന്നെ ഇതുവരെ അങ്ങനെയുള്ള ഇതൊന്നും ഉയർന്നു വന്നിട്ടില്ല. 5 വർഷക്കാലമായി അങ്ങനെയൊന്നും ഉയർന്നു വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ പിന്നെ എന്തും പറയുമല്ലോ. അത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് 5,323 വീടുകൾ ഇപ്പം ലൈഫ് പദ്ധതിയിൽ വീടില്ലാത്ത മനുഷ്യരുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കിയതാണ്. പക്ഷെ ആ ലൈഫ് വീട് കൊടുക്കാനൊരു ഗവൺമെൻറ്റിന് മനസ്സ് വരുന്നു. ഗവൺമെൻറ് അത്തരം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. അത് ആ ഗവൺമെൻറ്റിൻ്റെ സത്യസന്ധമായ ഇടപെടലാണ്. ആ സത്യസന്ധമായ ഇടപെടൽ ചിലപ്പോൾ ലൈഫിൻ്റെ വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ എൻ്റെ ഒരു അനുഭവമുണ്ട്. ഈ നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടി, എന്നിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അല്ല, കിട്ടിയതിന് രേഖകൾ ഉണ്ടാവില്ല. അതുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മളെ ഒരു സമയത്ത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു അതെനിക്കത് കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 1,20,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. കിട്ടിയവരുണ്ട്, നമ്മളോട് പറയുന്നവരുണ്ട്, ഇത്ര രൂപ കിട്ടി, സന്തോഷമായി, അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങൾക്കകത്തും രണ്ട് വശമുണ്ട്. പിന്നെ ഇവിടെ മാവേലിക്കരയിൽ നമുക്ക് നല്ല പിന്തുണ എല്ലാ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണെങ്കിലും അത് മറ്റ് സംവിധാനങ്ങളാണെങ്കിലും അവരെല്ലാം സ്നേഹത്തോടെയാണ് കാര്യങ്ങളെല്ലാം കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കുറേ വിഷമങ്ങളൊക്കെ വരും. ഇപ്പോൾ ചാനലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചാനലിൻ്റെ കാര്യം പറഞ്ഞത് നമ്മളെന്താ നമ്മൾ ഈ കാര്യങ്ങൾ ഇതേപോലെ ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന DYFI പ്രവർത്തകരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് സ്നേഹമുള്ളവർ, അവരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഭയങ്കര PR ആണ് മറ്റേതാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പം നിങ്ങൾ തന്നെ വന്നിരുന്ന് ഇതെടുക്കുന്ന എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് ഇത് കണ്ട് അങ്ങനെ തന്നെയാണ് താല്പര്യം ഉണ്ടായി വന്നെടുക്കുന്നത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിന്ന് തരുന്നു, ആ സമയത്ത് ഇരുന്ന് സംസാരിക്കുന്നു, അല്ലെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നു, ഇത്ര മാത്രമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊന്നും എന്തായാലും മാറ്റാൻ പറ്റില്ല.
അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ കുറച്ച് ആളുകൾ തയ്യാറായി നിൽക്കുന്നു. അത് മാറി പോസിറ്റീവ് ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പോസിറ്റീവായ വിമർശനങ്ങൾ ഉണ്ടാകണം. പോസിറ്റീവായ കാര്യങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത്. നെഗറ്റീവ് കാര്യങ്ങളിലേക്കല്ല പോകും. ഇനി അത് പോസിറ്റീവ് ഉണ്ടോ? ആ പോസിറ്റീവ് എന്താണ്? ആ പോസിറ്റീവ് ചർച്ച ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ നാടിനകത്ത് ഉണ്ടാകണം. നമ്മളും പോസിറ്റീവ് ചർച്ച ചെയ്യണം തന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പം വികസനങ്ങൾ നടക്കുന്നത് ഇഷ്ടംപോലെ വികസനം. ഇപ്പം മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 132 കോടിയുടെ ഒരു വലിയ ഹോസ്പിറ്റൽ നമുക്ക് ഇപ്പോൾ ഇനാഗുറേഷൻ നടന്നത് 132 കോടിയുടെ ഇനാഗുറേഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 400 പേര് മാത്രമായിരുന്നു ഒരു സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു 10 വർഷം കൊണ്ട് അല്ലെ ഒരു 5 വർഷത്തിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു 3 വർഷം പിന്നിടുമ്പോൾ ഏതാണ്ട് അത് 1000-ലേക്കും ഇപ്പോൾ മാവേലിക്കര ജില്ലാ ആശുപത്രി 2000 പേരാണ് ഒരു ദിവസത്തെ മോർണിംഗ് ഈവനിങ് ഒ പിയിലൂടെ വരുന്നത്. അപ്പോൾ അതൊരു വലിയ മാറ്റമല്ലേ ആരോഗ്യരംഗത്ത്? ഫെസിലിറ്റീസ് വന്നു എന്ന് മാത്രമല്ല, ആരോഗ്യ മേഖലയെ സർക്കാർ സംവിധാനത്തെ വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ആശുപത്രിയിലേക്ക് വരുന്നത്. വിശ്വാസം ഇല്ലെങ്കിൽ വരുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി എങ്ങനെയാണ് പറഞ്ഞത്? നേരത്തെ 5 കോടി ജനങ്ങളോളം, ഇപ്പോൾ 13 കോടിയോളം ജനങ്ങൾ വരാൻ കഴിയും പല രീതിയിൽ. 10 ലക്ഷത്തിലധികം ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകൾ മാറും. ഇപ്പോൾ റോഡുകൾ തന്നെ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ആഗ്രഹമായിരുന്നല്ലോ നല്ല റോഡുകൾ ഉണ്ടാകണമെന്നുള്ളത്. എൻ്റെ ചെറുപ്പത്തിലെ ഈ തമിഴ്നാട്ടിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ ബന്ധപ്പെട്ട് ജോലിയൊക്കെ ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ റോഡുകൾ നല്ലതാണ്, കേരളത്തിലേക്ക് കയറുമ്പോൾ റോഡുകൾ മോശമാണ് ഒരു സമയത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന. പക്ഷേ ഈ ഒരു ഗവൺമെൻറ്റിന് ഒരു 10 വർഷം നോക്കും, ഈ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു, ആധുനിക നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വന്ന് യാത്ര ചെയ്ത റോഡുകളെല്ലാം നല്ല റോഡുകളായിട്ടാണ്, കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ നല്ല റെവറൈസ് റോഡ്. അതാണ് ഈ ഒരു ഗവൺമെൻറ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കും ഈ നിലയിൽ ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കഴിയുന്നത്, കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഒരു MLA എന്നുള്ള നിലയിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്. പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ കൃത്യമായി ഇച്ഛാശക്തിയോടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. അതെ, മാവേലിക്കര MLA എന്ന രീതിയിൽ മാവേലിക്കരയിലെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ മാവേലിക്കരയിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അതൊരു പ്രശ്നമാണ്. ഞാൻ ഭക്ഷണ പ്രേമിയല്ല, ഫുഡി അല്ല. എൻ്റെ കൂടെ വരുന്നവർക്ക് പോലും ചിലപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല. അത് അവരെപ്പോഴും പറയാറുണ്ട്. അക്ഷയായാലും റോബിനായാലും അതോടൊപ്പം തന്നെ ഷൈനും ആയാലും, അല്ലെ ചിലപ്പം വൈഫ് ഉൾപ്പെടെ പറയാറുണ്ട്, അല്ലെ കുഞ്ഞുൾപ്പെടെ പറയാറുണ്ട്, അച്ഛൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഭക്ഷണം കിട്ടത്തില്ല എന്നുള്ളത്. കാരണം ഞാനങ്ങനെ ഭക്ഷണത്തോട് വലിയ താല്പര്യം പലപ്പോഴും കാണിക്കാറില്ല. പക്ഷെ കൂടെ ഉള്ളവർ ഭക്ഷണം കഴിക്കുക, അവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഇങ്ങനെ ചോദിച്ച ഒരു പ്രശ്നമാണ്. ഞാനങ്ങനെ ഭക്ഷണം അല്ല, മാവേലിക്കരയ്ക്ക് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ കുറെ ഡിഷസ് എന്താ പറയാ ഇവിടെയൊക്കെ വരുമ്പം കപ്പയും പുഴുക്കും എന്നുള്ള നിലയിലേക്ക് ഓണാട്ടുകരയുടെ ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ കപ്പയും പുഴുക്കും എന്നുള്ള നിലയിലാണ് പലപ്പോഴും കാര്യങ്ങൾ വരുന്നത്. പിന്നെ സ്വല്പം അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊഞ്ചും മാങ്ങ ചെട്ടികുളങ്ങര ഒരു മാവേലിക്കര എന്നുള്ള നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് അതറിയാം. അപ്പോൾ ഓരോ നിലയിലുമാണ്. എനിക്കങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും പറയണമെന്നില്ല. എനിക്ക് അത്യാവശ്യം ഇച്ചിരി ചോറ് കിട്ടണം, മുട്ട കിട്ടണം, തൈര് കിട്ടണം, ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ കൂടുതലും അങ്ങനെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. അപ്പൊ ഈ യാത്രക്കിടയിലൊക്കെ വരുമ്പം എന്താ ചെയ്യുന്നത്? അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഏറ്റവും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കഴിയുമോ അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പുട്ടായിരിക്കും, അല്ല ദോശ, അപ്പമായിരിക്കും, അല്ലെ അങ്ങനെയുള്ളൂ. അത്രേ ഉള്ളൂ. ഫുഡി അല്ല, ഭയങ്കര ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷെ വർത്തമാനകാലത്ത് ഇപ്പോൾ അങ്ങനെ എന്താ അല്ല, എല്ലാവരും കഴിയുന്ന രാത്രി 12 മണിക്ക് മന്തി കിട്ടിയാൽ മന്തി കഴിക്കും, പൊറോട്ട കിട്ടിയാൽ പൊറോട്ട കഴിക്കും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനം പ്രശ്നമാണ്, പ്രോപ്പർ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. കഴിക്കുന്നവരുണ്ട് കേട്ടോ, കഴിക്കുന്നവരുണ്ട്. നമ്മൾ നേരത്തെ മുതലേ ആ ഒരു
രീതിയിൽ അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ ശീലിച്ചതുകൊണ്ട്. അതെ, അല്ല ഒരു MLA ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരിക്കലും ഇങ്ങനെ റെസ്റ്റ് എടുത്ത് മാറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും ലൈവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, കഴിക്കുന്നവരുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഓക്കെ, മറ്റുള്ളവരെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണ്, അതിനുശേഷം ജനപ്രതിനിധിയായി, എപ്പോഴും ഇങ്ങനെ മുണ്ടും ഷർട്ടും മാത്രം ഉപയോഗിച്ച് നടക്കാൻ ആഗ്രഹം ആണോ, അതോ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു ജീൻസും അല്ലെങ്കിൽ ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് കുറച്ച് യോയോ സ്റ്റൈലിൽ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, ഇതിപ്പോൾ ബിഷമൂർ കോളേജ് പഠിക്കാൻ ചെന്ന സമയത്താണ് മുണ്ടിലേക്ക് കയറിയത്. അവിടെ ഈ മുണ്ടൊക്കെ ഉടുപ്പിക്കാൻ SFIക്കാരാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ക്ലാസ് ഒക്കെ ഉണ്ട്, മുണ്ട് എങ്ങനെയാണ് ഉടുപ്പിക്കാൻ. ക്ലാസ് എന്ന് പറഞ്ഞ് നന്നായി മുണ്ടെടുത്ത് ഒരു ലീഡർഷിപ്പായിട്ട് നിൽക്കുന്ന ആളാണ്. അവരെപ്പോഴും നല്ല മാന്യത എല്ലാവരോടും കാണിക്കണം. അപ്പോൾ എല്ലാവരുമായിട്ട് സഹകരിക്കണം. ഒരു നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കണമെന്നുള്ളതാണ്, ലീഡർഷിപ്പായി നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. കോളേജ് ഫസ്റ്റ് ഇയർ പ്രതിനിധിയായി, 2ാം വർഷം കോളേജ് യൂണിയൻ ചെയർമാനായി. അങ്ങനെ നിന്ന് പിന്നെ അതിലങ്ങ് പോയി. പിന്നെ ഈ പാൻറ്റിലേക്ക് കയറുക എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഒരിക്കലും, അല്ലെ ട്രാക്ക് സ്യൂട്ട് അങ്ങനെയുള്ള നിലയിലേക്കൊന്നും നമ്മൾ നോക്കിയില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ആയിക്കൊള്ളാം എന്നൊരു ഇതുണ്ട്. കാരണം നിങ്ങളൊക്കെ നല്ല സുന്ദരമായി ചെത്തിയൊക്കെ ഇരിക്കുന്ന ഇത് കാണുമ്പോൾ ഇപ്പൊ ബാഗി അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ MLA-മാര് ഒക്കെ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ PC വിശ്വനാഥ് പുള്ളിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഡൽഹിയിലൊക്കെ പോകും. അല്ല, അങ്ങനെ പുറത്തു പോകുമ്പോൾ നമ്മൾ മുണ്ട് അധികം ഉപയോഗിക്കാറില്ല. പാൻറ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ചിലപ്പോൾ ട്രാക്ക് സൂട്ട് അങ്ങനെയുള്ള സംവിധാനം എല്ലാം ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. പെട്ടെന്ന് ഇത് മാറുമ്പോൾ ചിലപ്പോൾ അത് ചേർന്നില്ലെങ്കിലോ എന്നൊരു തോന്നൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കാറുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് പാന്റിനെയും ഷർട്ടിനെയൊക്കെ അല്ലേ? അതൊക്കെ ഉണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പാൻറ്റിലല്ലായിരുന്നു. ചിലപ്പോൾ ഇനിയും എൻ്റെ ശരീരപ്രതി കൊണ്ട് പാൻറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതൊരു മോശമാണോ എന്ന് തോന്നും, ചിലപ്പോൾ തോന്നുമായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഇപ്പോൾ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഏറ്റവും ഇപ്പോൾ ഉള്ളത് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് മുണ്ട് തന്നെയാണ്, മുണ്ട് ഷർട്ടും തന്നെയാണ്. ഓക്കെ, അപ്പോൾ MLA ആയി അതിനുശേഷം ഒരുപാട് നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. എല്ലാവരുടെയും ഓരോ പരാതികൾ കേൾക്കേണ്ട ഒരാളാണ്. വീട്ടുകാരുടെ പരാതി കേട്ടിട്ടുണ്ടോ? അതായത് എപ്പോൾ വീട്ടിൽ വരും, വീട്ടിൽ വരുന്നത് പ്രോപ്പർ അല്ല, ആ വീട്ടിൽ നിന്ന് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, ഫുള്ളി തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരുടെ പരാതികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വീട്ടിലുണ്ടാവുമല്ലോ. കാരണം എല്ലാ സമയവും അവൈലബിൾ ആയിരിക്കില്ല വീട്ടിൽ. അതൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ വൈഫ് ബിഷമൂർ കോളേജിലാണ് പഠിച്ചത്. വൈഫ് രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ടുള്ള ആളാണ്. വൈഫിൻ്റെ ചേച്ചി ഇപ്പോൾ വാർഡ് മെമ്പറാണ്. അതോടൊപ്പം തന്നെ വൈഫിൻ്റെ അച്ഛൻ ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് പാർട്ടി LC മെമ്പർ അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള. അപ്പോൾ ആ നിലയിൽ അറിയാം. പിന്നെ ഈ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇത്രത്തോളം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ അവരെല്ലാം ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുക. അപ്പം പലപ്പോഴും ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരിക്കുന്നത് കൃത്യസമയത്തൊന്നും വീട്ടിൽ ചെല്ലാറില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നം നമുക്കങ്ങനെ വരാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കുടുംബമല്ലേ, അതൊരു രസകരമായി പോകുന്നതിനുള്ള നിലയിൽ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അതൊന്നും മനസ്സിലങ്ങനെ വെച്ചുകൊണ്ടൊന്നും ചോദിക്കാം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൂടെ കൂടി ചിലപ്പോൾ മകള് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല കേട്ടോ, ഇന്നടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പം കുഴപ്പമില്ല, അടുത്ത ദിവസം കൊണ്ടുപോകാം എന്ന് പറയും. അത് പിന്നെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളെ ആണ് ലൈഫ് പാർട്ണറായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതെ, തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് പോയാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട. വൈഫ് അത് പ്രത്യേകമായി ശ്രദ്ധിച്ചോളൂ. കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് തന്നോളൂ. കാര്യങ്ങളൊക്കെ ഓടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഊർജം വൈഫാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ പോലൊരു ചെറിയൊരു റൗണ്ട് മനസ്സിലായോ? അപ്പോ ഈശ്വര വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ചോദിക്കാം, ഈ രാഷ്ട്രീയം മാറ്റി വെച്ചാൽ
നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം കാണും. രാഷ്ട്രീയം മാറ്റി വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവ് രാഷ്ട്രീയം മാറ്റി വെച്ചാൽ അതായത് രാഷ്ട്രീയം നോക്കാതെ ഇപ്പം CPM അല്ലെങ്കിൽ LDF നിന്നല്ലാതെ തന്നെ ചില നേതാക്കന്മാരെ കാണുമ്പോൾ റോൾ മോഡൽസ് ആയിട്ട് തോന്നാറുണ്ടല്ലോ, അങ്ങനെ. അതൊരു പ്രശ്നമാണ്. എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് നല്ല ഒരു സ്നേഹമുണ്ട്. അത് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടതാണ്. ഇപ്പം ടൈം പഞ്ച്വാലിറ്റി, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കും. പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും അത് ബാധിക്കുന്ന പ്രശ്നം അനങ്ങത്തില്ല. അതായത് ഇതൊക്കെ നമ്മൾ കണ്ടതാ അല്ലേ? അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഗുണകരമായി നാടിന് മാറും എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനകത്ത് എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കും. അതല്ല പ്രതികരിക്കേണ്ടത് ആണെങ്കിൽ മാത്രം പ്രതികരിക്കും. അതല്ല അത് ചെയ്യേണ്ട, നാടിന് ഗുണമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ, അത് ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്, ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ കൂടുതൽ സഖാവ് പിണറായി മുഖ്യമന്ത്രിയുടെ ഇടപെടലോടും അതെല്ലാം ആ നിലയിൽ കാണാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നു. അത് പകർത്തുകയല്ല, അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം കൂടെ, ഒരു ചോദ്യം കൂടെ ചോദിക്കാം നമ്മുടെ റാപ്പിഡ് ഫയറിൽ. സിനിമയിൽ ഒരു അവസരം കിട്ടിയാൽ വില്ലൻ റോള് തിരഞ്ഞെടുക്കുമോ നായകൻ റോള് തിരഞ്ഞെടുക്കുമോ? വില്ലനാണ് നായകൻ, ഏതാ നമുക്ക് താല്പര്യം? എനിക്കോ? അല്ല, എനിക്ക് അഭിനയത്തോട് ഭയങ്കര താല്പര്യമുള്ള ആളാ. അത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റോള് ഞാൻ ചെയ്യും. അപ്പൊ ഇതത്രേ ഉള്ളൂ. വില്ലനോ നായകനോ എന്നല്ല, യഥാർത്ഥത്തിൽ നല്ല വില്ലന്മാരുണ്ടാകുമ്പോഴാണ് നല്ല നായകന്മാരുണ്ടാകുന്നത്. അതെ. അപ്പം സിനിമയാണെങ്കിൽ ഏത് റോളായാലും കുഴപ്പമൊന്നുമില്ല, വില്ലനായാലും കുഴപ്പമില്ല, നായകനായാലും കുഴപ്പമില്ല. പിന്നെ നായകനാകാനുള്ള ഒരു ഇത് നമുക്കുണ്ടോ? അങ്ങനൊന്നുമില്ല. അതൊക്കെ ഓരോ കഥ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും ഒരു നായകൻ. അങ്ങനെയല്ല, നമ്മൾ എല്ലാ റോളുകളും ചെയ്യുക. സഞ്ജു സാംസൺ പറഞ്ഞിട്ടേ എല്ലാ റോളുകളും ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ റോളുകളും ചെയ്യുക. അതിനകത്ത്